ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊന്ന് ഗോതമ്പ് പൊടിയും കുറച്ച് നാളികേരവും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും വേണ്ട. ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരണ്ടേ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചൂട് കൂടരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ അത് പൊങ്ങി വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ തടവിയ ശേഷം ഇതൊന്ന് പൊങ്ങി വരുന്നത്, ഡബിൾ സൈസായി വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് മതി കേട്ടോ, കുറേ നേരമൊന്നും വേണ്ട. ഇനി നമുക്കതിൽ നിന്ന് ഇതുപോലെ ഒരു ഉരുള, കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി ഇതുപോലെ ഉരുള എടുത്തിട്ട് കൈയിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നാളികേരവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നാളികേരവും പഞ്ചസാര, ഏലക്കാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നാളികേരവും പഞ്ചസാരയും കൂടി മാത്രം മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിങ്ങനെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല തിളച്ച ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതുപോലെ ഓയിലിങ്ങനെ തേവി കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നല്ല വീർത്ത് വരും കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ വേവാനുള്ള സമയം കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഗോതമ്പ് പൊടി നാളികേരമൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രൈഡ് ബണ്ണാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ ഈ ബണ്ണിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.